ഹായ്, ഞാൻ കൃഷ്ണകുമാറാണ്. ഇന്ന് ലോക വായനാ ദിനമാണ്. ലോകത്ത് വായന ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, ആളുകൾ വായിക്കുന്നില്ല എന്നൊക്കെ നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല പല നിഗമനങ്ങളും അല്ലെങ്കിൽ വായന നിന്ന് പോകുന്നു, വായന നിലനിൽക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളോട്. കാരണം മനുഷ്യൻ ഉള്ളിടത്തോളം കാലം, ജീവൻ ഉള്ളിടത്തോളം കാലം അക്ഷരങ്ങളും വായനയും ഉണ്ടാവുക തന്നെ ചെയ്യും. കോവിഡ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. കോവിഡ് കാലഘട്ടമാണ് ലോകം ഏറ്റവും അധികം പുസ്തകങ്ങൾ വായിച്ചത്, അല്ലെങ്കിൽ മനുഷ്യർ ഏറ്റവും അധികം പുസ്തകങ്ങൾ വായിച്ച സമയം എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. നമ്മളിങ്ങനെ വല്ലാതെ ഉൾവലിഞ്ഞു തുടങ്ങുന്ന സമയത്ത്, വല്ലാതെ ഭയം നമ്മളിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് വായനയോളം നമ്മളെ പരിവർത്തനം ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നും തന്നെ ഇല്ല. ആ ജർമ്മൻ ഫിലോസഫറുടെ വാക്കുകളെ ഒന്ന് കടമെടുക്കുകയാണ്: വിശക്കുന്ന മനുഷ്യ, നീ പുസ്തകങ്ങളെ കയ്യിലെടുക്കൂ, അതൊരു ആയുധമാണ്. ശരിക്കും പുസ്തകങ്ങളോളം വിദഗ്ധയിൽ നിന്ന്, മടുപ്പിൽ നിന്ന് നമ്മളെ മാറ്റിയെടുക്കാൻ കഴിയുന്ന മറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത്. എൻ്റെ അനുഭവം ശരിക്കും അത് തന്നെയാണ്. നമ്മളേത് വല്ലാതെ ഇവോൾവ് ചെയ്യാൻ പുസ്തകങ്ങൾക്ക് വല്ലാത്തൊരു കഴിവുണ്ട്. ഒരു കുഞ്ഞു കഥയുണ്ട്. യൂറോപ്പിലെ ഒരു മദ്യപാന സദസ്സാണ്. ഇങ്ങനെ തലയ്ക്ക് പിടിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും തമ്മിൽ തർക്കമായി. അത് ഒരാൾ പറഞ്ഞത് ജയിലിൽ കിടക്കുന്നത് അത്ര വലിയ കാര്യമാണോ എന്നോ. അപ്പോൾ അയാളുടെ സുഹൃത്ത് ചോദിച്ചു, അതെന്താ സംശയം? ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. ആ വർത്തമാനം തുടങ്ങിയ ആദ്യത്തെ സുഹൃത്ത് പറയുന്നത്, ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് എന്ന്. രണ്ടുപേരും തമ്മിൽ തർക്കമായി. അവസാനം തർക്കം ചെന്ന് നിൽക്കുന്നത് ഒരു പഞ്ചായത്തിലാണ്. രണ്ടാമത്തെ ആൾ പറയുന്നത്, 9 വർഷം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സമ്പാദ്യം മുഴുവൻ എന്നൊക്കെ തരുമെന്ന്. അപ്പോൾ മറ്റേയാൾ പറയുകയാണ്, 9 18 വർഷം ഞാനത് തയ്യാറാണ് എന്ന്. അങ്ങനെ അയാൾ ജയിലിലേക്ക് പോകുന്നു. ആദ്യത്തെ ഒരു വർഷം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അയാളുടെ സമയത്തെ ഓരോ ദിവസവും കഴിച്ചുകൂട്ടിയത്. രണ്ടാമത്തെ വർഷം അയാൾക്കൊരു പിയാനോ കിട്ടുന്നു. പിയാനോയും സംഗീതവും ഒക്കെ ആയിട്ട് 2-3 വർഷങ്ങൾ കടന്നു പോവുക. 4-ാമത്തെ വർഷം തൊട്ട് ഇയാളുടെ ജയിലിൻ്റെ നന്ദനടപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ജയിൽ അധികൃതർ ലൈബ്രറിയുടെ താക്കോൽ കൊടുക്കുക. ലൈബ്രറിയിലേക്ക്, ഒരു പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് അയാൾ കടന്നു ചെന്നപ്പോൾ അയാൾ കാണുന്ന ഒരു പുതിയ ലോകമുണ്ട്. ആ ലോകത്തിൽ ആ മനുഷ്യൻ റിയലൈസ് ചെയ്യാണ്, ഞാനെന്ന് പറയുന്നത് എത്രമാത്രം ചെറുതാണ് എന്ന്. ഞാനെന്ന് പറയുന്നത് പ്രകൃതിയോളം ചെറുതാണ് എന്ന്. അവസാനം അയാൾ പന്തയത്തെ മറന്നു, തൻ്റെ ഭാഷയെ മറന്നു, തനിക്ക് കിട്ടാൻ പോകുന്ന, താൻ കിട്ടാൻ ആഗ്രഹിച്ച ആ വലിയ പണത്തെക്കുറിച്ച് മറന്നു. അതിൻ്റെയൊക്കെ ഏത് കാര്യവും നടന്നു. പന്തയത്തിന് തയ്യാറായ രണ്ടാമത്തെ സുഹൃത്തുണ്ട്. കച്ചവടമൊക്കെ പറഞ്ഞ് അയാൾ ദാരിദ്ര്യത്തിലേക്ക്, പദ്ധതിയിലേക്ക്
വീണുപോയി എന്നതായിരുന്നു അത്. അവസാനം ആദ്യത്തെ സുഹൃത്ത് ജയിലിൽ നിന്നിറങ്ങുന്ന സമയമായി. രണ്ടാമന് ആദ്യമായി. കാരണം 18 വർഷം ഒരു പന്തയത്തിൻ്റെ പുറത്ത് അവൻ്റെ ജീവിതം മുഴുവൻ ആ ജയിലിനുള്ളിൽ കഴിഞ്ഞതാണ്. അവൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല. പിന്നെ എന്താണ് വഴി? അവസാനം തൻ്റെ സുഹൃത്തിനെ കത്തി കൊണ്ട് കൊന്നാൻ അയാൾ തീരുമാനിക്കുക. അന്ന് കൃത്യമായി ജയിലിലേക്ക് പോകുന്നു. ജയിൽ മുഴുവൻ പരിധിയിട്ടും തൻ്റെ കൂട്ടുകാരനെ കാണാനുണ്ട്. നേരം ഇറക്കുകയാണ്. അപ്പം അയാൾ തൻ്റെ സുഹൃത്ത് ജയിൽ കിടന്നിരുന്ന തലയണയുടെ കീഴിൽ ഒരു ചുരുൾ കാണുവാണ്. ചുരുളെടുത്ത് അയാൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സുഹൃത്തെ, ഞാൻ കുറേ വായിച്ചു, ധ്യാനിച്ചു. നീ എനിക്ക് നിന്നോട് മത്സരമില്ല. ഞാൻ ഇവിടെ നിന്ന് പോകുന്നു. സമയം 5:30. മത്സരം ചെയ്താൻ പന്തയം ചെയ്താൻ അരമണിക്കൂർ ബാക്കി വന്നപ്പോൾ അയാൾ അങ്ങോട്ടേക്ക് പോയി. വായന, അക്ഷരങ്ങൾ ഒരു മനുഷ്യനുണ്ടാക്കിയ മാറ്റം എത്ര വലുതാണെന്നേ. കഴിഞ്ഞ ദിവസം വളരെ പ്രിയപ്പെട്ട സുഹൃത്തും അനുജനുമൊക്കെയായ ശ്രീജിത്ത് ഒരു വർത്തമാനത്തിന് പേര് ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യമുണ്ട്: ചേട്ടാ, നല്ല ജോലി തിരക്കാണ്, വായിക്കാൻ, സിനിമ കാണാൻ ഒന്നും സമയമില്ല. ഞാൻ അവനോട് ഒന്നേ പറഞ്ഞുള്ളൂ, പിന്നെ തിരക്കുകൾ ഉണ്ടാകട്ടെ, പക്ഷേ വായിക്കാതിരിക്കരുത്. അത് വന്നാലേ നമ്മളെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്, നമ്മളിങ്ങനെ വിമലീകരിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തന്ന. എപ്പോഴൊക്കെയോ അക്ഷരങ്ങളുടെ ലോകത്ത് നിന്ന്, പുസ്തകങ്ങളുടെ ലോകത്ത് നിന്ന് ഒന്ന് വഴിമാറിപ്പോയിട്ടുണ്ട്. അപ്പോഴൊക്കെയും അരക്കെയോ തിരിച്ച് കൃത്യമായ വഴിയിലേക്ക് തന്നെ കൊണ്ടു നിർത്തിയിട്ടുമുണ്ട്. അവസാനം അങ്ങനെ സംഭവിച്ചത് ഒരു 3 വർഷം മുൻപാണ്. അന്ന് ശ്രീ എന്നോട് പറഞ്ഞതുപോലെ കുറേ തിരക്കുകളും ബഹളങ്ങളുമൊക്കെ ഉണ്ട് എന്ന കാരണത്താൽ ഏകദേശം ഒരു 6-8 മാസത്തോളം ഒന്നും വായിക്കാതെ ഞാനിങ്ങനെ ഒരുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരു ദിവസം പ്രിയപ്പെട്ട ബോബിച്ചനെ കാണാൻ ചെന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ വർത്തമാനത്തിനിടയിൽ ചോദിക്കുകയാണ്, കൃഷ്ണമാരിപ്പം വായിക്കുന്ന പുസ്തകം ഏതാണെന്ന്. കുറേ എന്തൊക്കെയോ അച്ഛനോട് മറുപടിയായിട്ട് പറഞ്ഞു. അച്ഛാ, അങ്ങനെയാണ് ഇവിടെ പോയി സമയം കിട്ടുന്നതെന്നൊക്കെ. അച്ഛനൊന്നും ഇല്ല. പോകാനെടുത്ത് കയ്യിലൊന്നും മുറുകെ പിടിച്ചിട്ട് 2 ബുക്കെടുത്ത് മടിയിലേക്ക് വെച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു, സമയം കിട്ടുകയാണെങ്കിൽ വായിക്കുമെന്ന്. വന്നാലും നെഞ്ചങ്ങ് പെടഞ്ഞു പോയ ഒരു നിമിഷമാണ്. ഒരപേക്ഷയുടെ സ്വരത്തിൽ ഞാൻ സംസാരിപ്പിച്ചത് ആരോടാ? ഗുരുവിനെ പോലെ കാണുന്ന ഒരു വലിയ മനുഷ്യനോട്. അതിനുശേഷം ഇന്ന് വരെ വീട്ടിലുള്ള സമയങ്ങളിൽ, വീട്ടിലുള്ള ദിവസങ്ങളിൽ മണിക്കൂർ എന്ത് തിരക്കുണ്ടായാലും ഞാൻ
വായിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട്. അത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് കൃത്യമായി ബോധ്യം എനിക്കുണ്ട്. ഈ വീഡിയോയുടെ നീളം ഒരല്പം കൂടുതലാണ് എന്നറിയാം, പക്ഷേ അത്രയും നീട്ടി പറയേണ്ട ഒന്നായതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇടയ്ക്കൊക്കെ വായനയുടെ ലോകത്ത് നിന്ന് ഒന്ന് വഴിമാറിപ്പോയപ്പോൾ തിരിച്ച് കൊണ്ടുവന്ന് നിർത്തിയ ഗുരുക്കന്മാർക്ക്, കളിപ്പാട്ടങ്ങൾക്ക് പകരം പുസ്തകങ്ങൾ കൈരേഖ തന്ന എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്, അക്ഷരങ്ങളെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വയനാടിന് ആശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വായിക്കൂ, വായിക്കൂ, വായിക്കൂ. താങ്ക് യു.